ഈ കേസിലെ പ്രതിഭാഗം ഉയർത്തിയ ശിക്ഷയെക്കുറിച്ചുള്ള വാദത്തിൽ പ്രതിഭാഗം ഉയർത്തിയ ഒരു പ്രധാന ആരോപണം അല്ലെങ്കിൽ പ്രധാന വാദം എന്ന് പറയുന്നത് ആ ദിവസം, അതായത് രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടതിന്റെ ആ ദിവസം തലേദിവസം വെളുപ്പിന് രാത്രിയിൽ നടന്ന ഒരു നിർഭാഗ്യപരമായ സംഭവത്തിന്റെ റിട്ടാലിയേഷൻ ആണ്. ഇത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കൊലപാതകമാണെന്നുള്ള വാദമാണ് ഉയർത്തിയത്. പക്ഷെ ആ വാദം നിലനിൽക്കാതെ പോയതിനുള്ള കാരണം അതിന് വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ ശത്രുക്കളെ ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ കോടതിക്ക് മുമ്പാകെ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കളയാൻ കോടതികൾക്ക് സാധിക്കും. ഇന്ന് പ്രതിഭാഗം ഈ വധശിക്ഷ നൽകുന്നതിനെതിരായി പ്രതിഭാഗം വാദിച്ച ഒരു കാര്യം, ഇത് കേരളത്തിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നുണ്ട്, അത് സ്ഥിരമായി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതും ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്, അതുകൊണ്ട് ആ രീതിയിൽ കോടതിയിൽ കാണണം എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത്. ആ വാദം പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു എന്നല്ലേ? തീർച്ചയായും. കാരണം രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, അന്ന് രാത്രി ഈ ഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി 18-ന് രാത്രി 8 മണിക്ക് രഞ്ജിത് ശ്രീനിവാസൻ വക്കീൽ ഓഫീസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രതി വരുന്നു. അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുന്ന ശേഷമാണ് ഇവർ കൊലപാതകത്തിന് നീങ്ങുന്നത്. ആ സമയം മുതൽ പിറ്റേന്ന് രാവിലെ 6 വരെയുള്ള പ്രതികളുടെ എല്ലാ നീക്കങ്ങളും ഒരു കണ്ണി പോലെ, ഒരു ചങ്ങല പോലെ കൂട്ടിയോജിപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകിച്ച് ശാസ്ത്ര തെളിവുകളും അതുപോലെ ഇതിനകത്തൊരു പ്രധാന കാര്യം, ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന കൊലപാതകികൾക്ക് പിന്നിലുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരാൻ സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന അന്വേഷണ ടീം വളരെ മനോഹരമായ രീതിയിൽ തന്നെ, കേരള പോലീസ് വളരെ മനോഹരമായി തന്നെ ഈ കേസിനകത്ത് തെളിവുകൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ്, അതായത് തലേദിവസം രാത്രിയിൽ നടന്ന ഒരു നിർഭാഗ്യകരമായ സംഭവത്തിന് തുടർച്ചയായിട്ടുള്ള ആ ചെയിൻ ഓഫ് ഇൻസിഡൻസ് മൊത്തമായി കോടതി കൊണ്ടുവരാനും ആ കൊലപാതകത്തിനുള്ള ഗൂഢാലോചനയ്ക്ക് ഒരു പഴുതുമില്ലാത്ത തരത്തിൽ കോടതിയെ തെളിയിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുള്ളത്. ഇത് പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ള പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ ഈ മൂവ്മെന്റ്, പ്രതികളുടെ ഈ ഗൂഢാലോചനയും ഒപ്പം ഓപ്പറേഷനിടയിലുള്ള പല ഘട്ടങ്ങളായുള്ള ഇതിൽ സാക്ഷിമൊഴികൾ എത്രമാത്രം നിങ്ങൾ ഗുണം ചെയ്തു, പരമാവധി എല്ലാ സാക്ഷി കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു? ഈ കേസിനകത്ത് സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് പരമാവധി ആ സാക്ഷികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരേ തരത്തിലുള്ള വേഷം ധരിക്കുകയും മറ്റും ചെയ്ത് പ്രതികൾ കോടതിയിൽ ആ സാക്ഷികൾ തിരിച്ചറിയുന്നതിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാക്ഷികൾ കൃത്യമായി തന്നെ പ്രതികളെ കോടതി തിരിച്ചറിഞ്ഞതും കേസിന് ഗുണകരമായിട്ടുണ്ട്. അതായത് ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘം ചേർന്ന് നടത്തുന്ന ഒരു കൊലപാതക കുറ്റത്തിൽ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത പ്രതികൾക്കും 149 വകുപ്പിന്റെ പരിധിക്കകത്ത് ആ സംഭവ സ്ഥലത്തുള്ള പ്രതികൾ ചെയ്ത അതേ കൊലപാതകത്തെ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ അതേ ബാധ്യത അവർക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയം കൂടി, ഈ 10ാം പ്രതി എന്ന് ഹാജരാക്കിയില്ല, അദ്ദേഹത്തിന് വേണ്ടി ആ പ്രതിക്ക് വേണ്ടി ഒരു പ്രത്യേക വിധി ഉണ്ടാകുമോ, അതോ ഈ വിധി അദ്ദേഹത്തിനോട് ആ പ്രതികൾക്ക് ആ കോടതിയിൽ ഇന്ന് ഹാജരാക്കാത്ത 10ാം പ്രതിക്കെതിരായും ഇതേ വകുപ്പുകൾ തന്നെ കോടതി കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്കും ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത്. ശരി സാർ, SP അവിടെ ഉണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കലാണ് മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. കോടതി